ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നൈപുണ്യ പബ്ലിക് സ്കൂളിലെ പ്രീ മിഡ് ടേം എക്സാമാണ് 2026-27 40 മാർക്കാണ് ടോട്ടല്. സെക്ഷൻ എ 8 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ്. പിന്നെ 2 അസർഷനുണ്ട്, അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ. ഓരോന്നിനും ഓരോ മാർക്കാണ്. ടോട്ടൽ സെക്ഷൻ എ 10 മാർക്കാണ്. സെക്ഷൻ ബി 6 ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ചിട്ട് ടോട്ടൽ 12 മാർക്കാണ്. സെക്ഷൻ സി 3 ക്വസ്റ്റ്യനാണ് 3 മാർക്ക് വെച്ചിട്ട് ടോട്ടൽ 9 മാർക്സാണ്. സെക്ഷൻ ഡി 1 ക്വസ്റ്റ്യനാണ് 5 മാർക്ക്. സെക്ഷൻ ഇ ഒരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യനാണ് 4 മാർക്കിൻ്റെ. അങ്ങനെ ടോട്ടൽ 40 മാർക്കിൻ്റെ പേപ്പറാണ്. ഫസ്റ്റ് സെക്ഷൻ എ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 1/n n element of n. Which of the following is not an element of A എന്നാണ്. x ഈക്വൽ ടു 1/n n element of n ആണ്. തന്നിരിക്കുന്നതിൽ എയുടെ എലമെൻ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. A1, B 0.1, C 0.2, D 0.3. നമുക്ക് ഓരോന്നായിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. എക്സിന് 1 കൊടുക്കാം. എക്സിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1 ഈക്വൽ ടു 1/n. അതായത് n എന്ത് കിട്ടും? 1 ആണ്. നേച്ചുറൽ നമ്പറാണ്, എലമെൻ്റ് ഓഫ് n ആണ്. അതുകൊണ്ട് എക്സ് 1 ആയിക്കഴിഞ്ഞാൽ n നേച്ചുറൽ നമ്പറാണ്. അപ്പോൾ എക്സ് എലമെൻ്റ് ഓഫ് എ ആണ്. എക്സിന് 0.1 കൊടുക്കാം. എക്സിന് 0.1 കൊടുക്കുമ്പോൾ 0.1 ഈക്വൽ ടു 1/n, n ഈക്വൽ ടു 1/0.1. n 10 ആയിരിക്കും, നേച്ചുറൽ നമ്പറാണ്. അതുകൊണ്ട് തന്നെ എക്സ് 0.1 എന്നുള്ളത് എലമെൻ്റ് ഓഫ് എ ആണ്. അതേപോലെ എക്സ് ഈക്വൽ ടു 0.2 കൊടുക്കുമ്പോൾ 0.2 ഈക്വൽ ടു 1/n, n ഈക്വൽ ടു 1/0.2 എന്ന് പറഞ്ഞാൽ 5 ആണ്. അതും ഒരു നേച്ചുറൽ നമ്പറാണ്, n എലമെൻ്റ് ഓഫ് n ആണ്. സോ എക്സ് എന്നുള്ളത് എലമെൻ്റ് ഓഫ് എ ആണ്. എക്സിന് 0.3 കൊടുക്കാം. എക്സിന് 0.3 കൊടുക്കുമ്പോൾ 0.3 ഈക്വൽ ടു 1/n ആണ്. n ഈക്വൽ ടു 1/0.3. n ഈക്വൽ ടു 1/0.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10/3. അത് എന്ത് കിട്ടും? 3.3 എന്നുള്ളത്. അത് നേച്ചുറൽ നമ്പർ അല്ല. നമ്മൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് n എലമെൻ്റ് ഓഫ് n ആണ്, n നേച്ചുറൽ നമ്പറാണ്. ഈ കേസിൽ അതല്ല. അതുകൊണ്ട് തന്നെ എക്സ് ഈക്വൽ ടു 0.3 എ എന്ന് പറഞ്ഞ സെറ്റിലെ എലമെൻ്റ് അല്ല. ഓക്കെ, ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യനാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അതായത് ഫങ്ഷൻ തന്നിട്ടുണ്ട്. റേഞ്ച് ഓഫ് ദ ഫങ്ഷൻ. റേഞ്ച് ഓഫ് ഫങ്ഷൻ ഈക്വൽ ടു 1 + x² x എന്നാണ് ചോദ്യം. റേഞ്ച് ഓഫ് ദ ഫങ്ഷൻ 1 + x² x. നോക്കാം. നമുക്ക് എക്സിന് ഓരോ വാല്യൂസ് വെച്ച് കൊടുത്ത് നോക്കുമ്പോൾ എക്സ് -1 ആകുമ്പോൾ y -2 കിട്ടും. എക്സ് -2 ആകുമ്പോൾ y -2.5 കിട്ടും. എക്സ് -3 ആകുമ്പോൾ y -3.3 കിട്ടും. എക്സിന് 0 കൊടുക്കാൻ പറ്റില്ല, കാരണം ഡിനോമിനേറ്ററിൽ എക്സ് ഉള്ളത് കൊണ്ട് നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡൊമെയിനിൽ 0 വരില്ല. എക്സിന് 0 കൊടുക്കാൻ പറ്റില്ല. പിന്നെ
എക്സിന് 1 കൊടുത്താൽ വൈക്ക് 2 ആയിരിക്കും, എക്സ് 2 കൊടുത്താൽ 5/2 ആയിരിക്കും. വൈയുടെ വാല്യൂസ് അതാണല്ലോ റേഞ്ച്. വൈയുടെ വാല്യൂസ് വരുന്നത് എവിടെ നിന്നാണ്? -2 മുതൽ മേലേക്ക്, അതേപോലെ +2 മുതൽ മേലേക്ക്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -2 വരെ യൂണിയൻ 2 മുതൽ ഇൻഫിനിറ്റി വരെ ആയിരിക്കും. നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് 0, 1, 0, ക്ലോസ്ഡ് 0, 1, ഓപ്പൺ 0, 1, ഓപ്പൺ 1 ഇൻഫിനിറ്റി, ക്ലോസ്ഡ് 1 ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ട് ഇതിലൊരു കറക്ഷൻ ഉണ്ട്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് -∞ -2 യൂണിയൻ 2 ഇൻഫിനിറ്റി ആണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. വരുന്നത് sin 3π/3 ആണ്. sin 3π/3 എന്ന് പറഞ്ഞാൽ sin 31π/3 ആണ്. sin 31π/3 എന്ന് പറയുമ്പോൾ sin 10π + π/3 ആണ്. sin 10π + π/3 എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. പിന്നെ sin 10π ഇവിടെ ഈവൺ ആണ്, π/2ൻ്റെ ഒരു ഈവൺ നമ്പറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സൈൻ തന്നെയാണ് കിട്ടുക. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് sin π/3 പോസിറ്റീവാണ്. ഓക്കെ, ഫോർത്ത് ചോദ്യം, വിച്ച് ഈസ് ദ സിംഗിൾട്ടൺ സെറ്റ് എന്നാണ്. സെറ്റിൽ ഒരു എലമെൻറ്റ് മാത്രമുള്ളതാണ് സിംഗിൾട്ടൺ സെറ്റ്. ക്വസ്റ്റ്യൻ നോക്കാം. 4 ഓപ്ഷൻസ് ഉണ്ട്. set of x such that mod x equal to 5, x element of n. mod x equal to 5 എന്ന് പറയുമ്പോൾ x equal to 5ഉം -5ഉം വരാം. രണ്ടിൻ്റെയും മോഡ് 5 അല്ലേ. പക്ഷേ x element of n എന്ന് പറയുന്നുണ്ട്. നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് എക്സിന് 5 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ സെറ്റ് 5 ആണ്. അത് സിംഗിൾട്ടൺ സെറ്റാണ്. രണ്ടാമത്തേത് നോക്കാം. സെറ്റ് ഓഫ് ഓൾ എക്സ് such that mod x equal to 5, x element of z. x ഇൻറ്റീജർ ആണ്, അതുകൊണ്ട് ഈ സെറ്റിലും 5ഉം -5ഉം വരും. അപ്പോൾ അത് സിംഗിൾട്ടൺ സെറ്റ് അല്ല. സി നോക്കാം. സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് x² 5, x² 5 ആണ്. x എലമെൻറ്റ് ഓഫ് n എന്നും പറഞ്ഞിട്ടുണ്ട്. x ഈക്വൽ ടു ±√5 ആണ് വരിക. അപ്പോൾ അത് രണ്ടും നാച്ചുറൽ നമ്പർ അല്ല. അതുകൊണ്ട് സിയുടെ ആൻസർ 5 ആണ്. അപ്പോൾ സി സിംഗിൾട്ടൺ സെറ്റ് അല്ല. സെറ്റ് ഡി, എക്സ് സച്ച് ദാറ്റ് x² + 10x + 25 ഈക്വൽ ടു 0, എക്സ് എലമെൻറ്റ് ഓഫ് n. x² + 10x + 25 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ x + 5 ഹോൾ സ്ക്വയർ ആണ്. x + 5 × x + 5 ഈക്വൽ ടു 0, x ഈക്വൽ ടു -5. അതും നാച്ചുറൽ നമ്പർ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെയും ഇതിൻ്റെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെറ്റ് 5 ആണ്. അപ്പോൾ ഇതും സിംഗിൾട്ടൺ സെറ്റ് അല്ല. ആൻസർ എ ആണ്. ഫിഫ്ത്ത് ചോദ്യം വരുന്നത് f of x equal to √16 - x². Find domain. ഡൊമെയിൻ കാണണമെങ്കിൽ എക്സിൻ്റെ വാല്യൂസാണ് കൊടുക്കേണ്ടത്. എക്സിൻ്റെ വാല്യൂസാണ് ഡൊമെയിൻ. എക്സിന് എന്തൊക്കെ വാല്യൂസ് കൊടുക്കാൻ പറ്റും? എഫ് ഓഫ് എക്സ് എന്തായാലും ഒരു റിയൽ ഫങ്ഷനാണ്. അപ്പോൾ എക്സിന് വാല്യൂസ് നമ്മൾ കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് അത് റിയലായിരിക്കണം. റിയലായിട്ട് എഫ് ഓഫ് എക്സ് ആകുന്ന വാല്യൂസ് മാത്രമേ എക്സിന് കൊടുക്കാൻ പറ്റുള്ളൂ. എക്സിന് -4ൻ്റെ മീതെ എന്ത് വാല്യൂ വന്നാലും ഈ റൂട്ടിൽ അകത്ത് എന്ത് വരും? മൈനസ് വരും. അപ്പോൾ അത് റിയൽ നമ്പർ അല്ല. അതുകൊണ്ട് എക്സിന് -4 മുതൽ +4 വരെയുള്ള വാല്യൂസേ ഉള്ളിൽ കൊടുക്കാൻ പറ്റുള്ളൂ. +4ൻ്റെ മീതെ കൊടുത്താലും അപ്പോഴും
√16 മൈനസ് പിന്നെ എക്സ് സ്ക്വയർ എന്നുള്ള എക്സ് 4ൻ്റെ മീതെ ആകുമ്പോൾ 16നേക്കാളും മീതെ ആകും. അപ്പോൾ ഉള്ളിൽ നെഗറ്റീവ് വരും, റിയൽ ആയിരിക്കില്ല. അപ്പോൾ നമുക്കിവിടെ ഡൊമെയിൻ എന്തായിരിക്കും? ക്ലോസ്ഡ് -4 മുതൽ 4 വരെ ആയിരിക്കും. ഓക്കെ, അടുത്തത് 6. A equal to set of all multiples of 3 less than 20. B equal to set all multiples of 2 less than 80. Then n of A cross B intersection B cross A ആണ് അറിയേണ്ടത്. എ എന്നുള്ള സെറ്റ് എന്താണ്? ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 3 ലെസ് ദാൻ 20. 3, 6, 9, 12, 15, 18 വരും. ബി എന്താണ്? സെറ്റ് ഓഫ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 2 ലെസ് ദാൻ 80. 2, 4, 6, 8, 10, 12, 14, 16 വരും. നോക്കുക, എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഇൻ്റർസെക്ഷൻ വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബിയിലും ബി ക്രോസ് എയിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻസാണ്. കോമൺ ആയിട്ട് വരുന്ന എലമെൻസ് വരണമെങ്കിൽ, ഓർഡേഡ് പെയറിൽ കോമൺ എലമെൻസ് വരണമെങ്കിൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻസ് എടുത്താലേ അത് വരുള്ളൂ. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റുകൾ ഏതാണ്? 6 ഉണ്ട്, രണ്ടിലും ഉണ്ട്. പിന്നെ 12 ആണ് രണ്ടിലുള്ളത്. അതുകൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷൻ വരുന്നത്, അതിൻ്റെ രണ്ടിൻ്റെയും ഓർഡേഡ് പെയേഴ്സ് എടുക്കുക. അതാണ് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ ബി ക്രോസ് എ വരിക. അപ്പോൾ 6, 6, 6, 12, 12, 6, 12, 12. അപ്പോൾ എൻ ഓഫ് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ ബി ക്രോസ് എ എന്തായിരിക്കും? 4 ആയിരിക്കും. അടുത്തത് angle in radian between our hand and minute hand of a clock at 3 o'clock. 3 മണിയാകുമ്പോൾ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും മിനിറ്റ് ഹാൻഡും തമ്മിൽ ഇടയിലുള്ള ആംഗിൾ നമുക്കറിയാം 90 ഡിഗ്രി, അതായത് π/2 ആണ്. ഇഫ് എ ആൻഡ് ബി നോൺ എംപ്റ്റി സെറ്റ്സ് ആണ്, ദെൻ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ മൈനസ് ബി. എ ഇൻ്റർസെക്ഷൻ ബി ഇതാണ്, എ മൈനസ് ബി ഇതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ യൂണിയൻ എന്ന് പറഞ്ഞാൽ അത് എ ആണ്. 9 അസർഷൻ തന്നിട്ടുണ്ട്. ഫോർ 2 സെറ്റ്സ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. ബി തന്നിട്ടുണ്ട് എക്സ് മൾട്ടിപ്പിൾ ഓഫ് 3. A union B equal to set of x that x is a multiple of 6 എന്നാണ്. A എന്നുള്ളത് x is a multiple of 2, 2ൻ്റെ മൾട്ടിപ്പിളിൻ്റെ സെറ്റ്. B എന്നുള്ളത് 3ൻ്റെ മൾട്ടിപ്പിളിൻ്റെ സെറ്റ്. A യൂണിയൻ B എന്തായിരിക്കും? 2ൻ്റെ മൾട്ടിപ്പിളും വരാം, 3ൻ്റെ മൾട്ടിപ്പിളും വരാം. പക്ഷേ ഇവിടെ A യൂണിയൻ B എന്താ പറഞ്ഞിരിക്കുന്നത്? x is a multiple of 6 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2ൻ്റെ മൾട്ടിപ്പിളിൽ 4, എ യൂണിയൻ ബിയിൽ 4 വരാം. പക്ഷെ ഇവിടെ എക്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 6 എന്ന് പറയുമ്പോൾ അതിൽ 4 വരില്ല. അതുകൊണ്ട് തന്നെ എ എന്താണ്? എ ഫോൾസ് ആണ്. ഇനി റീസൺ ഉണ്ട് 6. ഫോർ 2 സെറ്റ്സ് എ ആൻഡ് ബി, എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എ ഓർ എക്സ് എലമെൻറ്റ് ഓഫ് ബി. എക്സ് എലമെൻറ്റ് ഓഫ് എ ഓർ എക്സ് എലമെൻറ്റ് ഓഫ് ബി എന്നാണ് റീസൺ. അതിൽ എ യൂണിയൻ ബി പറഞ്ഞിരിക്കുന്നത്. എ യൂണിയൻ ബി ശരിയാണ്. സെറ്റ് ദാറ്റ് എക്സ് സെറ്റ് ഓഫ് എക്സ് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എ ഓർ എക്സ് എലമെൻറ്റ് ഓഫ് ബി. അതുകൊണ്ട് തന്നെ 6 ട്രൂ ആണ്. ഇനി 10th ക്വസ്റ്റ്യൻ നോക്കാം. ആർ ബി എ റിലേഷൻ defined as r equal to set xy such that x plus 2y less than equal to 7, xy element of n, then range of r is 1, 2, 3 എന്നാണ് പറയുന്നത്. ഇതിൽ
റിലേഷൻ തന്നിട്ട് XY നാച്ചുറൽ നമ്പേഴ്സാണ്. X + 2y < 7 ആണ്. അപ്പോൾ ഈ R എന്നുള്ളതിൽ എന്താണ് വരിക? ഓർഡർഡ് പെയേഴ്സ്. എക്സിന് 1 കൊടുക്കുമ്പോൾ 1 1 3 വരാം. 1 കൊടുത്തു കഴിഞ്ഞാൽ 1, പിന്നെ y എന്ന് പറയുന്നത് X + 2y ആണ്. അപ്പോൾ 1 + 1 1 കൊടുക്കുമ്പോൾ 1 + 2 × 1. ഓക്കെ, 3 < 7 ആണ്. അപ്പോൾ ഓർഡർഡ് പെയർ 1 1 വരാം. അതേപോലെ ഓർഡർഡ് പെയർ 1 2 കൊടുക്കുമ്പോൾ എക്സിന് 1ഉം വൈക്ക് 2ഉം കൊടുക്കുമ്പോൾ 1 + 4 5 < 7 ആണ്. ഓക്കെ, അടുത്തത് 1 3 കൊടുത്താലും 1 + 6 < 7 7 ആണ് കിട്ടുക. 1 3ഉം വരാം. അതേപോലെ 2 1 വരാം, 2 വരാം. 2 3 വരില്ല, കാരണം എക്സിന് 2ഉം വൈക്ക് 3ഉം കൊടുക്കുമ്പോൾ 8 വരും. അപ്പോൾ ഈ ഫംഗ്ഷൻ പറ്റില്ല. പിന്നെ 3 1ഉം 3 2ഉം വരാം. അപ്പോൾ നമുക്കിതിൽ റേഞ്ച് വരുന്നത് 1 2 3 മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 എന്നുള്ളത് ട്രൂ ആണ്. റീസൺ ഉണ്ട്. റേഞ്ച് ഓഫ് എ റിലേഷൻ ഈസ് സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ ഓർഡർഡ് പെയേഴ്സ് വെൻ റെപ്രസെൻറ്റഡ് ഇൻ റോസ്റ്റർ ഫോം. സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെൻറ്റ്സ് ഇൻ ഓർഡർഡ് പെയേഴ്സ് എന്നാണ് പറയുന്നത്. റേഞ്ച് തെറ്റാണ്, ഇത് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. കാരണം സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെൻറ്റ്സ് ഇൻ ഓർഡർഡ് പെയർ അല്ല റേഞ്ച്. സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെൻറ്റ്സ് ഇൻ ഓർഡർഡ് പെയർ ആണ് റേഞ്ച്. അതുകൊണ്ട് തന്നെ ഇതിൽ റീസൺ ഫോൾസ് ആണ്. അടുത്ത ചോദ്യം, ഇഫ് ഇൻ എ 2 സർക്കിൾസ് arcs of same length subtend angle 60 degrees 75 degree at center. Find the ratio of their radii. സെയിം ലെങ്ത് ഉള്ള ആർക്ക് 2 സർക്കിളിൽ സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രിയും 70 ഡിഗ്രിയാണ്. അപ്പോൾ റേഷ്യോ ഓഫ് റേഡിയൈ ആണ് കാണേണ്ടത്. ഇവിടെ θ1 60 ഡിഗ്രിയാണ്, ഇവിടെ θ2 75 ഡിഗ്രിയാണ്. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 5/3 ആണ്. 75 ഡിഗ്രി എങ്ങനെ കിട്ടും? 60 ഡിഗ്രി 5/3, 30 ഡിഗ്രി 5/6, 30യുടെ പകുതി 15 ഡിഗ്രി 5/12, 15 ഡിഗ്രി × 5 75 ഡിഗ്രി. ഇപ്പോൾ 5/12 × 5 5π/12. L = r തീറ്റയാണ്. ഇവിടെ L = r1 θ1, ഇവിടെ L = r2 θ2. r1 θ1 = r2 θ2 എങ്ങനെയാണ്? L = r1 θ1, L = r2 θ2 എന്ന് പറയുമ്പോൾ നമുക്ക് r1 θ1 = r2 θ2 എന്ന് എഴുതാം. ഇനി r1/r2 2/θ1 ആണ്. അപ്പോൾ θ2/θ1 എന്ന് പറയുമ്പോൾ 5π/12 ഡിവൈഡഡ് ബൈ θ1 π/3 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ 3/π ആയി 15/12. ഓക്കെ, r1 = r2, 15:12 വരും, 5:4 വരും. വെൻ ഡയഗ്രാം ഫോർ എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ B യൂണിയൻ C. B യൂണിയൻ C, ബിയും സിയും ഫുള്ളായിട്ട് വരുന്നത്, പക്ഷേ അതിൽ എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ വരുന്നുണ്ട്. ഇത്രയും ഭാഗം എ ആണ്, ബാക്കി എല്ലാ ഭാഗമാണ് എ കോംപ്ലിമെൻ്റ് വരുന്നത്. അതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഓക്കെ,
tan x ഈക്വൽ ടു -5/12 അടുത്ത ചോദ്യം. എക്സ് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. ഫൈൻഡ് അതർ. tan x 5/12 ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഹൈപ്പോട്ടന്യൂസ് കിട്ടും. എങ്ങനെയാണ്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ √12² + 5² 144 + 25 169 13 കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് sin x കണ്ടുപിടിച്ചൂടെ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 5/13. cos x നമുക്ക് കിട്ടും 12/13. ഇനി എക്സ് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ആരാ പോസിറ്റീവ്? സൈൻ മാത്രമാണ് പോസിറ്റീവ്. അതുകൊണ്ട് sin എക്സും കോസിക് എക്സും പോസിറ്റീവ്. ബാക്കി cos എക്സ് കിട്ടിയ സീക്ക് എക്സ് റെസിപ്രോക്കൽ എടുക്കാം, അത് നെഗറ്റീവാണ്. കോട്ട് എക്സ് tan എക്സിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ അതും നെഗറ്റീവായിരിക്കും. സെക്കൻഡ് ക്വാഡ്രൻ്റ് ഇതുകൊണ്ട്. അടുത്ത ചോദ്യം. ഫൈൻഡ് ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് f(x) = √(x - 1). ഡൊമെയിൻ കിട്ടണമെങ്കിൽ നമുക്ക് എക്സിന് വാല്യൂസാണ്. എക്സിന് എന്തൊക്കെ വാല്യൂസ് കൊടുക്കാൻ പറ്റും? f(x) റിയൽ ആയിരിക്കണം. റിയൽ ആകണമെങ്കിൽ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ്, എക്സിന് 1ന് താഴെ എന്ത് കൊടുത്താലും ഉള്ളിൽ റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവായിരിക്കും. അപ്പോൾ f(x) റിയൽ ആയിരിക്കില്ല. അപ്പം നമ്മുടെ ഡൊമെയിൻ എക്സിന് കൊടുക്കാൻ പറ്റുന്നത് 1 മുതൽ ഇൻഫിനിറ്റി വരെ എന്ത് വാല്യൂസാണ്? എക്സിന് അങ്ങനെ 1 മുതൽ ഇൻഫിനിറ്റി വരെ കൊടുക്കാം. അപ്പോൾ ഡൊമെയിനായി ക്ലോസ്ഡ് 1 ഇൻഫിനിറ്റി. റേഞ്ച് എന്തായിരിക്കും? 1 മുതൽ കൊടുക്കുമ്പോൾ റേഞ്ച് ക്ലോസ്ഡ് 0 ഇൻഫിനിറ്റി വരെ. ഷോ ദാറ്റ് tan 15 + cot 15 = 4. tan 15 എന്നുള്ളത് tan 45 - 30 ആണ്. അതായത് 1 - 1/√3 എങ്ങനെ ചെയ്യാം? tan a - b tan a - tan b 1 + tan a tan b. അങ്ങനെയാണ് 1 - 1/√3 1 + 1 × 1/√3 √3 - 1/√3 + 1 or that is equal to കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. √3 + 1ൻ്റെ കോൺജുഗേറ്റ് എടുക്കാം. √3 - 1 രണ്ട് സൈഡിലും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ചെയ്യുമ്പോൾ മേലെ √3 - 1 ഹോൾ സ്ക്വയർ കിട്ടും. ഇവിടെ 3 - 2 √3 + 1/2 that is equal to 2 - √3. cot 15 എന്ത് കിട്ടി? 1/2 - √3. LHS 2 - √3 + 1/2 - √3 tan 15 + cot 15. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങനെ വരും. 8 - 4 √3 2 - √3 കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 2 + √3 കൊണ്ട് 2 ഉണ്ട്. ചെയ്യുമ്പോൾ ഉത്തരം 4 കിട്ടും. 16ാമത്തെ ചോദ്യം. FB subset of Z cross Z defined by F equal to set of ordered pairs AB, A plus B. Is F a function? F ഒരു ഫംഗ്ഷൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. എക്കും ബിക്കും ഓരോ വാല്യൂസ് കൊടുക്കാം. എക്ക് 0 ബിക്ക് 1 കൊടുക്കണം. രണ്ടും ഇൻറ്റിജറാണ്. എ ബി എലമെൻ്റ് ഓഫ് സെറ്റ്. എ ബി എന്തായിരിക്കും? 0 ആയിരിക്കും. എ പ്ലസ് ബി 1 ആയിരിക്കും. 0 കൊടുത്താൽ എ ബി 0, എ പ്ലസ് ബി 0. നോക്കാം. ഇവിടെ ഫസ്റ്റ് ഓർഡർ പെയറിൽ ഫസ്റ്റ് എലമെൻറ്റ് എ ബി ആണ്. എ ബിക്ക് 0 കൊടുക്കുമ്പോൾ എ പ്ലസ് ബി 1ഉം വരുന്നുണ്ട്, പിന്നെ 0യും വരുന്നുണ്ട്. രണ്ടാമത്തെ 0 1ഉം 0 0യും ഓർഡർ പെയേഴ്സ് എഫിലുള്ള ഓർഡർ പെയറുകളാണ്. അതെന്ന് പറഞ്ഞാൽ 0 എന്നുള്ളതിന് 2 ഇമേജ് വരും. 1ഉം വരുന്നുണ്ട്, 0യും വരുന്നുണ്ട്. ഒരു ഫംഗ്ഷൻ ആകണമെങ്കിൽ ഡൊമെയിനിലുള്ള ഏത് എലമെൻറ്റിനും 1 ആൻഡ് ഓൺലി 1 ഇമേജേ പാടുള്ളൂ. അതുകൊണ്ട് എഫ് നോട്ട് എ ഫംഗ്ഷനാണ്. അടുത്ത ചോദ്യം. എ ഈക്വൽ ടു സെറ്റ് എക്സ്
x element of r x square minus 5x plus x equal to 0. b equal to set f x element of r x square equal to 9. റൈറ്റ് എ ആൻഡ് ബി ഇൻ റോസ്റ്റർ ഫോം. നമ്മളിത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ഈക്വൽ ടു 0 കിട്ടും. എക്സ് ഈക്വൽ ടു 2 3 കിട്ടും. എ ഈക്വൽ ടു സെറ്റ് 2 3. ബി എന്താണ്? എക്സ് സ്ക്വയർ ഈക്വൽ ടു 9 ആണ്. എക്സ് ഈക്വൽ ടു √9 മൈനസ് 3യും 3യും വരും. എ മൈനസ് ബി കണ്ടുപിടിക്കണം. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുള്ളതും ബിയിലില്ലാത്തതും. എ മൈനസ് ബി 2 ആണ്. ബി മൈനസ് എ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബി മൈനസ് എ എന്നുള്ളത് ബിയിലുള്ളതും എയിലില്ലാത്തതും മൈനസ് 3 ആണ്. ഇനി എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ, അത് 2 മൈനസ് 3 ആണ്. വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ഈക്വൽ ടു എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി. നമ്മൾ എ യൂണിയൻ ബി കണ്ടുപിടിക്കുക. എ യൂണിയൻ ബി എന്താണ്? 2 3 മൈനസ് 3 ആണ്. എ ഇൻ്റർസെക്ഷൻ ബി എന്നുള്ളത് 3 ആണ്. എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി എന്താണ്? 2 മൈനസ് 3 ആണ്. സെറ്റ് 2 മൈനസ് 3. അങ്ങനെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം, പ്രൂവ് ദാറ്റ് sin 5x minus 2 sin 3x plus sin x by cos 5x minus cos x equal to tan x. നമുക്കെടുക്കാം sin 5xും sin xും എടുത്തു കഴിഞ്ഞാൽ sin 5x plus sin x sin c plus sin d ഫോമാണ്. ആരാണ് sin c plus sin d? 2 sin 3c plus d by 2 cos c minus d by 2. 2 sin 5 plus 1 by 2, അപ്പോൾ sin 3x കിട്ടും. cos 5x minus x by 2 4x by 2 2x കിട്ടും. cos 2x കിട്ടും. 2 sin x 3x cos 2x എന്ന് കിട്ടും. മൈനസ് ഈ 2 sin 3x ഇവിടെയുണ്ട്. ഡിവൈഡഡ് ബൈ താഴെ cos c മൈനസ് cos t. ആരാണ് cos c മൈനസ് cos t? മൈനസ് 2 sin c പ്ലസ് d ബൈ 2 sin c മൈനസ് d ബൈ 2 എന്ത് കിട്ടും? മൈനസ് 2 sin 3x sin 2x എന്ന് കിട്ടും. മേലെ മൈനസ് 2 sin 3xനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ താഴത്തെ മൈനസ് 2 sin 3x ക്യാൻസലായി പോകും. ബാക്കി മേലെ ഉണ്ടാകുന്നത് 1 മൈനസ് cos 2x ബൈ sin 2x എന്നാണ്. നമുക്കറിയാം 1 മൈനസ് cos 2x ആരാണ്? 2 sin സ്ക്വയർ x ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് sin സ്ക്വയർ x ഈക്വൽ ടു 1 മൈനസ് cos 2x ബൈ 2. അപ്പോൾ 1 മൈനസ് cos 2x എന്ന് പറഞ്ഞാൽ 2 sin സ്ക്വയർ x ആണ്. sin 2xന് നമുക്ക് 2 sin x cos x ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും tan x. 19th ചോദ്യം നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. 1 മൈനസ് എക്സ് എക്സ് ലെസ് ദാൻ 0 1 എക്സ് ഈക്വൽ ടു 0 എക്സ് പ്ലസ് 1 എക്സ് ഗ്രേറ്റർ ദാൻ 0. നമുക്ക് ഗ്രാഫ് വരയ്ക്കണം. ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഡൊമെയിൻ എന്തായിരിക്കും? എക്സിന് കൊടുക്കുന്ന വാല്യൂസ്. എക്സിന് നെഗറ്റീവ് വാല്യൂസ് കൊടുക്കാം, 0യും കൊടുക്കാം, പോസിറ്റീവ് വാല്യൂസും കൊടുക്കാം. എന്ന് പറഞ്ഞാൽ ഡൊമെയിൻ എന്തായി? മൈനസ് ഇൻഫിനിറ്റിയാണ്. റേഞ്ച് എന്താണ്? റേഞ്ച് നമുക്ക് എക്സിന് നെഗറ്റീവ് വാല്യൂസ് കൊടുക്കുമ്പോൾ 1 മൈനസ് എക്സ് ആണ്. എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവാണ് വരുന്നത്. 1ൻ്റെ മീതിയുള്ള വാല്യൂസാണ് വരിക. എക്സിന് 0 കൊടുക്കുമ്പോൾ 1 ആണ് വരുന്നത്. എക്സിന് പോസിറ്റീവ് വാല്യൂസ് കൊടുക്കുമ്പോൾ 1ന് മീതിയുള്ള വാല്യൂസാണ് വരിക. കാരണം എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ നമുക്ക് റേഞ്ച് എന്താണ്? 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യണത്. ക്ലോസ്ഡ് 1 ഇൻഫിനിറ്റി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാഫ് ഒരു വി ഷേപ്പ് ഗ്രാഫാണ്. അതിൻ്റെ വെർട്ടെക്സ് 1-ലായിരിക്കും. അടുത്ത ചോദ്യം, പ്രൂവ് ദാറ്റ് 1 മൈനസ് cos 2x പ്ലസ് sin 2x by 1 plus cos 2x plus sin 2x equal to tan x. Hence deduce tan pi by 8.
എൽ എച്ച് എസ് നമുക്കറിയാം 1 മൈനസ് കോസ് 2x ആരാ 2 സൈൻ സ്ക്വയർ എക്സ് ആണ്. സൈൻ 2x ആരാ 2 സൈൻ എക്സ് കോസ് എക്സ് ആണ്. ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് 2x ആരാ 2 കോസ് സ്ക്വയർ എക്സ് ആണ്. സൈൻ 2x ആരാ 2 സൈൻ എക്സ് കോസ് എക്സ് ആണ്. കോമൺ ആയിട്ടുള്ള 2 സൈൻ എക്സിനെ ഇവിടെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ് മേലെ കിട്ടും. താഴെ 2 കോസ് എക്സിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് താഴെ കിട്ടും. ക്യാൻസലായി പോവും. ബാക്കിയുള്ളത് ടാൻ എക്സ് ആണ്. ടാൻ പൈ ബൈ 8 ഇവിടെ തന്നിരിക്കുന്നു. നമുക്ക് ഈ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ നമുക്ക് എക്സിന് പൈ ബൈ 8 കൊടുക്കാം. അപ്പോൾ ടാൻ പൈ ബൈ 8 ഈക്വൽ ടു 1 മൈനസ് കോസ് 2 ഇൻറ്റു പൈ ബൈ 8 പ്ലസ് സൈൻ 2 ഇൻറ്റു പൈ ബൈ 8 ബൈ 1 പ്ലസ് കോസ് 2 ഇൻറ്റു പൈ ബൈ 8 പ്ലസ് സൈൻ 2 ഇൻറ്റു പൈ ബൈ 8. നമുക്ക് നോക്കാം. 1 മൈനസ് കോസ് ഇത് പൈ ബൈ 4 വരും. 2 വെട്ടി പോകുമ്പോൾ ആരാ 1/√2 ആണ് കോസ് പൈ ബൈ 4. അതുപോലെ സൈൻ പൈ ബൈ 4 1/√2 ആണ്. താഴെ അങ്ങനെ തന്നെ വരും. ഇവിടെ ക്യാൻസലായി ബാക്കി 1 കിട്ടും. താഴെ 1 പ്ലസ് 1/√2 പ്ലസ് 1/√2 അതായത് 2/√2 കിട്ടും. അതായത് √2. അപ്പോൾ 1 പ്ലസ് √2 എന്ന് കിട്ടും. അപ്പോൾ 1/√2 പ്ലസ് 1 നമുക്ക് കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. √2 മൈനസ് 1/√2 മൈനസ് 1 എന്ത് കിട്ടും? √2 മൈനസ് 1 കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Teresa is doing a designing course. She is working on Cartesian art. For it, she wants to take x coordinate from set A. A എന്നുള്ള സെറ്റിൽ നിന്നും നമുക്ക് എക്സ് കോർഡിനേറ്റ് കിട്ടണം ആൻഡ് വൈ കോർഡിനേറ്റ് ഫ്രം ബി. എ എന്നുള്ള സെറ്റ് തന്നിട്ടുണ്ട്. സെറ്റ് 0, 1, 2, 3, 5. ബി എന്നുള്ള സെറ്റ് തന്നിട്ടുണ്ട്. -3, -2, -1, 0, 1, 2, 3. Based on this information, answer the following questions. First ചോദ്യം, how many ordered pairs she can make from A to B? n of A നോക്കുക. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ A 5 ആണ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ B n of B 7 ആണ്. അങ്ങനെയാണെങ്കിൽ n of A cross B എന്നുള്ളത് 5 into 7 ആയിരിക്കും 35. How many relations she can define from B to A? ബിയിൽ നിന്നും എയിലേക്ക് നമുക്ക് റിലേഷൻ കണ്ടെത്താനുള്ള ഫോർമുലയുണ്ട്. 2 raised to n of B cross A. n of B cross A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 ആണ്. ടോട്ടൽ റിലേഷൻ കാണണമെങ്കിൽ 2 raised to 35 ആണ്. അടുത്തത്, ഇഫ് എ റിലേഷൻ R from A to B is defined as R equal to ordered pair AB, A less than B, A element of A ആണ്, B element of B ആണ്, then how many elements are there in R? ആറിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് വരിക നമുക്ക് നോക്കാം. എ എന്നുള്ളത് എ എലമെൻറ്റ് ഓഫ് എ ആണ്, എയിലെ എലമെൻറ്റ്. ഓർഡർഡ് പെയറിൽ ഫസ്റ്റ് എലമെൻറ്റ് എയും സെക്കൻഡ് എലമെൻറ്റ് ബി ആണ്. അങ്ങനെ ആകുമ്പോൾ എ ലെസ് ദാൻ ബി ആയിരിക്കും. ഓർഡർഡ് പെയറിൽ ഫസ്റ്റ് എലമെൻറ്റ് എയിലത്തെ എലമെൻറ്റാണ്. എയിലെ എലമെൻറ്റ് നമുക്ക് നോക്കാം. ആദ്യത്തെ എലമെൻറ്റ് 0 ആണ്. 0 എടുത്തു കഴിഞ്ഞാൽ ബിയിൽ -3, -2, -1, 0 എന്നുള്ളതൊന്നും എയേക്കാളും വലുതല്ല. എയേക്കാളും വലുത് വേണം ബി. അപ്പോൾ 0, 1 വരാം, 0, 2 വരാം, 0, 3 വരാം. അടുത്തത് 1 എടുത്തു കഴിഞ്ഞാൽ 1നേക്കാളും വലുതുള്ളത് 1, 2, 1, 2 വരാം, 1, 3 വരാം. പിന്നെ 2 എടുത്തു കഴിഞ്ഞാൽ 2, 3 വരാം. പിന്നെ 3 വരില്ല, 5ഉം വരില്ല. അപ്പോൾ ആറിൽ വരുന്ന സെറ്റ് 0, 1, 0, 2, 0, 3, 1, 2, 1, 3, 2, 3 മൊത്തം എലമെൻറ്റ്സ് 6 എലമെൻറ്റ്സാണ്. ഓക്കെ, താങ്ക് യു.